എല്ലാം പാരമ്പര്യം. മറ്റു ഗ്രൂപ്പുകളെയോ അല്ല എയെ മുഴുവനായി ബാധിക്കുന്ന സംഗതികളൊഴിച്ചും ഓരോ ഗ്രൂപ്പും സ്വയംഭരണ രീതിയിലുള്ളതായിരിക്കണം. സ്വയംഭരണം അല്പം വിലപിടിച്ച വാക്ക് തന്നെയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ലളിതമായി അർത്ഥമാക്കുന്നത് എയുടെ എല്ലാ ഗ്രൂപ്പിനും തങ്ങളുടെ കാര്യങ്ങൾ എയ്ക്ക് മൊത്തത്തിൽ ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങൾ ഒഴികെ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൃത്യമായി കൈകാര്യം ചെയ്യാമെന്നാണ്. ഒന്നാം പാരമ്പര്യത്തിൽ ഉന്നയിക്കപ്പെട്ട അതേ ചോദ്യം ഇവിടെയും ഉയർന്നു വരുന്നു. ഇത്തരം സ്വാതന്ത്ര്യം അവകാശമാംവിധം ആപ്ത ആപ്തകരമല്ലേ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ 12 പടികളിലും പാരമ്പര്യങ്ങളിൽ നിന്ന് സങ്കല്പിക്കാവുന്ന എല്ലാ വ്യതിയാനങ്ങളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മൾ മിക്കവാറും മുഴുവനായി അഹംഭാവത്തിൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ഒരു ഗ്രൂപ്പായതിനാൽ തീർച്ചയായും അങ്ങനെ വേണമായിരുന്നു. കലാപത്തിന്റെ കുട്ടികളായ നമ്മൾ എല്ലാത്തരം തീയുമായും ധിക്കാരത്തോടെ കളിക്കുകയും അപായമില്ലാതെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളതിനാൽ ബുദ്ധിമാന്മാരാണെന്ന് ചിന്തിക്കുകയും ചെയ്തു. ഇത്തരം വ്യതിയാനങ്ങൾ പരീക്ഷണങ്ങളുടെയും പിഴവുകളുടെയും ഒരു വിപുലമായ പ്രക്രിയ സൃഷ്ടിച്ചു. അത് ദൈവകൃപയാൽ നാം ഇന്ന് നിൽക്കുന്നിടത്ത് എത്തിക്കുകയും ചെയ്തു. 1946 എയുടെ പാരമ്പര്യങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ എയുടെ ഒരു സംഘത്തിന് ഏതളവിലുള്ള പ്രഹരവും സഹിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗ്രൂപ്പ് വ്യക്തിയെപ്പോലെ തന്നെ ആത്യന്തികമായി അതിജീവനം ഉറപ്പാക്കുന്ന പരീക്ഷിക്കപ്പെട്ട തത്വങ്ങളോട് പൊരുത്തപ്പെടണമെന്ന് നമ്മൾ കണ്ടു. പരീക്ഷണങ്ങളുടെയും പിഴവുകളുടെയും പ്രക്രിയയിൽ പരിപൂർണമായ സുരക്ഷിതത്വം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഈ കാര്യത്തിൽ നമ്മൾ വളരെയധികം ആത്മവിശ്വാസം ഉള്ളവരായി മാറി. എന്തെന്നാൽ എയുടെ പാരമ്പര്യത്തിന്റെ മൗലിക പ്രസ്താവനയിൽ ഈ പ്രധാനപ്പെട്ട വാക്യം വായിച്ചിരുന്നു: സുബോധത്തിനു വേണ്ടി ഒത്തുകൂടുന്ന ഏതെങ്കിലും 2-3 മദ്യപാനികൾക്ക് എയുടെ ഗ്രൂപ്പ് എന്ന് സ്വയം വിളിക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അവർക്ക് മറ്റ് ബന്ധങ്ങൾ പാടില്ല. എയിലെ ഓരോ ഗ്രൂപ്പും പ്രവർത്തനത്തിനുള്ള വഴികാട്ടിയായി സ്വന്തം ബോധത്തെ കണിശമായും ആശ്രയിക്കുന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണെന്ന് പ്രഖ്യാപിക്കേണ്ട ധൈര്യം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് തീർച്ചയായും ഇത് അർത്ഥമാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഈ ബൃഹത്തായ വിശാല ഭൂമിക രേഖപ്പെടുത്തുന്നതിൽ 2 അപായ സൂചനകളുടെ മാത്രം ആവശ്യമേ ഉള്ളൂ എന്ന് ഞങ്ങൾ കണ്ടെത്തി. എയെ മൊത്തത്തിൽ അപായപ്പെടുത്തുന്ന ഒന്നും തന്നെ ഒരു ഗ്രൂപ്പും ചെയ്യാൻ പാടുള്ളതല്ല. മറ്റെന്തെങ്കിലുമായിട്ടോ മറ്റാരെങ്കിലുമായിട്ടോ അത് ബന്ധപ്പെടുത്തുന്നതും പാടുള്ളതല്ല. ചില ഗ്രൂപ്പുകളെ നനഞ്ഞതെന്നും മറ്റുള്ളവയെ വരണ്ടതെന്നും വേറെ ചിലരെ റിപ്പബ്ലിക്കൻ എന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നും ഇനിയും ചിലരെ കാത്തലിക് എന്നും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് എന്നും നമ്മൾ വിളിച്ചു തുടങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അപകടകരമാണ്. എഐകളുടെ ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തന പദ്ധതിയുമായി ഉറച്ച് നിൽക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം അത് നഷ്ടപ്പെട്ടേക്കാം. സുബോധമായിരിക്കണം അതിന്റെ ഒരേ ഒരു ലക്ഷ്യം. മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇംഗിതത്തിന്റെയും ആത്മശക്തിയുടെയും പ്രവർത്തനത്തിന്റെയും പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തെറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു. എയുടെ ബാല്യകാലത്ത് ആവേശഭരിതമായ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടായി തുടങ്ങി. മിഡിൽ ടൗൺ എന്ന് ഞങ്ങൾ വിളിക്കപ്പെടുന്ന ഒരു പട്ടണത്തിൽ യഥാർത്ഥത്തിൽ അതിവിശിഷ്ടനായ ഒരു വ്യക്തിയാണ് ഗ്രൂപ്പ് തുടങ്ങി വെച്ചത്. പട്ടണ നിവാസികൾക്ക് അത് ഏറുപടക്കങ്ങൾ പോലെ ഹരമായി. ഭാവിയെ മുൻകൂട്ടി കാണുന്ന മുതിർന്നവർ പരിഷ്കാരങ്ങൾ സ്വപ്നം കണ്ടു. ടൗണിൽ വലിയൊരു മദ്യപാന ചികിത്സാ കേന്ദ്രത്തിന്റെ ആവശ്യകതയെപ്പറ്റി അവർ രൂപകൽപ്പന ചെയ്തു. എല്ലായിടത്തും ഗ്രൂപ്പുകൾക്ക് കൂട്ടുചേർന്ന് പോകാവുന്ന സ്ഥാപനം. താഴത്തെ നിലയിൽ ഒരു ക്ലാസ്, രണ്ടാം നിലയിൽ കുടിയന്മാരെ മദ്യവിമുക്തരാക്കാനും അവരുടെ കടബാധ്യതകൾ തീർക്കാനുള്ള പണം കൊടുക്കാനും ഉപയോഗിക്കാം. തീർച്ചയായും തികച്ചും അവിവാദപരമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് മൂന്നാം നിലയും ഉപയോഗിക്കാം. തിളക്കമാർന്ന ആ കേന്ദ്രം ഭാവനയിൽ അങ്ങനെ പല നിലകളിലും മുകളിലേക്ക് എത്തിയെങ്കിലും തുടക്കത്തിൽ 3 നിലകളിൽ നിർത്തി. ഇതിന് ധാരാളം പണം ആവശ്യമായി. മറ്റുള്ളവരുടെ പണം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ആവാം. പട്ടണ നിവാസികളിലെ സമ്പന്നർ അതിനൊരുങ്ങി മുന്നോട്ട് വന്നു. എന്നാലും മദ്യപാനികളുടെ കൂട്ടത്തിൽ ചില യാഥാസ്ഥിതിക വിയോജിപ്പുകാർ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യശേഷി ഇതിനെക്കുറിച്ച് അറിയാവുന്നതിന് വേണ്ടി അവർ ഫൗണ്ടേഷൻ ന്യൂയോർക്കിലുള്ള എഐകളുടെ ആസ്ഥാന കേന്ദ്രത്തിന് എഴുതി. കാര്യങ്ങളെല്ലാം സുഗമമാകാത്തക്ക വിധത്തിൽ ആണിയടിച്ചുറപ്പിക്കുവാനുള്ള അധികാരാവകാശങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പിന്നിലുള്ളവർ കേന്ദ്ര സ്ഥാപനത്തിലേക്ക് എഴുതുമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള ചുരുക്കം ചില വ്യക്തികൾ അസ്വസ്ഥരും അസംശാലുക്കളുമായിരുന്നു. തീർച്ചയായും ഈ ഇടപാടിൽ ഒരു ആവിഷ്കർത്താവ് ഉണ്ടായിരുന്നു, അതും ഒരു മികച്ച ആവിഷ്കർത്താവ്. എയുടെ ഒരു ഗ്രൂപ്പിൽ ചികിത്സാ പ്രയോഗവും വിദ്യാഭ്യാസവും കൂട്ടിക്കലർത്തി നടത്തിയ സംരംഭങ്ങൾ എല്ലാം തന്നെ അസുഖകരമായി പര്യവസാനമെന്ന ചൂണ്ടിക്കാട്ടലും ഒരു ഉടമ്പടി നൽകുകയില്ല എന്നുമുള്ള ഫൗണ്ടേഷന്റെ ഉപദേശവും നിലനിൽക്കെ തന്റെ വാക്ചാതുര്യത്താൽ അയാൾ എല്ലാ ഭയങ്ങളെയും ലഘൂകരിച്ചു. കാര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി സഹായി 3 സഭകൾ രൂപീകരിക്കുകയും അവയുടെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. പുതുതായി ചായം പൂശിയ പുതിയ കേന്ദ്രം നന്നായി തിളങ്ങി. അതിന്റെ ഊഷ്മളത പട്ടണത്തിൽ മുഴുവൻ പടർന്നു. ഉടൻ തന്നെ കാര്യങ്ങളെല്ലാം ഉഷാറായി തുടങ്ങി. വഴിവഴക്കാത്ത തുടർച്ചയായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് 61 നിയമങ്ങളും ചട്ടങ്ങളും സ്വീകരിക്കപ്പെട്ടു. പക്ഷേ കഷ്ടം, ഈ തിളക്കമാർന്ന രംഗം അധികം വൈകാതെ ഇരുണ്ടു തുടങ്ങി. പ്രശാന്തതയ്ക്ക് പകരമായി ആശയക്കുഴപ്പം വന്നു. ചില മദ്യപാനികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായി കണ്ടെത്തപ്പെട്ടു. പക്ഷേ തങ്ങൾ മദ്യപാനികളാണെന്ന്
ന്നോ എന്നവർ സംശയിച്ചു. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിലെ അപാകതകൾ ഒരുപക്ഷേ ഒരു വായ്പ കൊണ്ട് ഭേദപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കും എന്നവർ കരുതി. ചിലർക്ക് ക്ലബ് അംഗങ്ങളുടെ മനസ്ഥിതിയായിരുന്നു. അവരുടെ ഒറ്റപ്പെട്ട ഹൃദയങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. അല്പം സ്നേഹമോ സൗഹൃദമോ ആയിരുന്നു. ചിലപ്പോൾ എണ്ണമറ്റ അപേക്ഷകർ 3 നിലകളിലേക്കും പോകും. ചിലർ മുകളിൽ നിന്ന് തുടങ്ങി ക്ലബിലെ അംഗങ്ങളായി മാറിക്കൊണ്ട് താഴേക്ക് വരും. വേറെ ചിലർ ക്ലബിൽ തുടങ്ങി അമിതമായി മദ്യപിച്ച് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട് 3-ാം നിലയിലെ വിദ്യാഭ്യാസത്തിലേക്ക് ക്രമേണ മാറി. അത് കർമ്മോത്സുകതയുടെ ഒരു തേനീച്ചക്കൂടായിരുന്നു ഉറപ്പായും. പക്ഷെ തേനീച്ചക്കൂടിൽ നിന്ന് വിഭിന്നമായ ആശയക്കുഴപ്പം ഒന്നു ചേർന്നതായിരുന്നു അത്. എയുടെ ഗ്രൂപ്പിന് സത്യമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. വളരെ വൈകിയാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്. അനിവാര്യമായ പൊട്ടിത്തെറി തുടർന്നുണ്ടായി. ഓംബ്ലിയുടെ ക്ലാബ് ഫാക്ടറിയുടെ ബോയിലർ പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു ഉള്ള ഒരു ദിവസമായിരുന്നു. ഭയത്തിന്റെയും സംതൃപ്തിയുടെയും അസംതൃപ്തിയുടെയും ഒരു തണുത്ത ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഗ്രൂപ്പിന് മീതെ പടർന്നു. അത് അവസാനിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. പ്രധാന സഹായി ഫൗണ്ടേഷൻ ഓഫീസിലേക്ക് എഴുതി, എഐകളുടെ അനുഭവത്തിന് അല്പമെങ്കിലും ശ്രദ്ധ കൊടുത്തിരുന്നില്ലെങ്കിലെന്ന് അയാൾ ആശിച്ചു. പിന്നെ അയാൾ മറ്റൊരു കാര്യം ചെയ്തു. അത് എഐയിലെ വളരെ ചിരസ്മരണീയമായ ഒരു വസ്തുതയായി മാറുകയും ചെയ്തു. ഗോൾഫ് സ്കോർ എഴുതുന്ന അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ കാർഡിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. കവറിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മിഡിൽട്ടൺ ഗ്രൂപ്പ് നിയമം 62. കാർഡ് മടക്ക് നിവൃത്തിയാൽ നിശ്ചിതമായ ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ആവശ്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ സ്വയം കാണാതിരിക്കുക. നാലാമത്തെ പാരമ്പര്യം അനുസരിച്ച് ഒരു എ ഗ്രൂപ്പ് തെറ്റാനുള്ള അവകാശം പരീക്ഷിച്ചതിന്റെ കഥയാണിത്. അതിനേക്കാൾ ഉപരി ആൽക്കഹോളിക്സ് അനോണിമസിന് വലിയൊരു സേവനവും അവർ ചെയ്തു. എന്തെന്നാൽ പഠിച്ച പാഠം പരീക്ഷിക്കാൻ എളിമ നിറഞ്ഞ മനസ്സ് ഗ്രൂപ്പിനുണ്ടായി. പറ്റിയ തെറ്റിനെ ആഹ്ലാദത്തോടെ തന്നെ ഉൾക്കൊണ്ടു. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി. മുഖ്യശില്പി വരെ തന്റെ സ്വപ്നങ്ങളുടെ തകർച്ചയിൽ നിന്നുകൊണ്ട് പറ്റിയ അമളിയോർത്ത് സ്വയം പരിഹസിച്ച് ചിരിച്ച് വിനയത്തിന്റെ പരകോടിയാണത്.